ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മത്തങ്ങ എരിശ്ശേരി റെസിപ്പി കാണിക്കാമേ. മത്തങ്ങ വൻപയർ ചേർത്ത് കറി വെക്കുന്നത് ഞങ്ങൾ മത്തങ്ങ എരിശ്ശേരി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ വൻപയർ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് മത്തങ്ങ കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒരു വിസിൽ വരുന്നതിന് മുമ്പേ അത് ഓഫ് ചെയ്യുവേ. കാരണം അത് നമുക്ക് കഷ്ണങ്ങളൊന്ന് ഒരുപാട് വെന്ത് പോകാതിരിക്കാനാണ്. അതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയെ ചിരകി എടുത്തിട്ട് അതിന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമുക്കൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാപ്പീര മൂത്തത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും 3-4 വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് കുക്കർ തുറന്നിട്ട് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത അരപ്പ് കഷ്ണത്തിലേക്ക് ചേർത്തിട്ട് ലേശം വെള്ളം കൂടെ ചേർത്തതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കും. അത് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴേക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള കടുവും കൂടെ വറക്കാം. കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുവും പൊട്ടിച്ച് വറ്റൽമുളകും ഉണ്ട്. നല്ല അതിന് വറ്റൽമുളകില്ലായിരുന്നേ. ഇപ്പോഴേക്ക് നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഏകദേശം അരപ്പൊക്കെ പിടിച്ചു വന്നപ്പോഴത്തേക്ക് കടുവ് പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ തേങ്ങ മൂപ്പിച്ച് വെച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ മൂപ്പിച്ചത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി വാങ്ങി വെക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പപ്പടവും അച്ചാറും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.